മുണ്ട് മതിയായിരുന്നു. ഏയ് കോട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കോട്ടിട്ടാ നടക്കണേ. പിന്നെ താനെന്താ ഇടാത്തെ? ചോദ്യം അപ്പൊ എന്നെ താൻ കോട്ടിടാത്ത? താൻ ധ്യാനത്തിന് പോയിട്ട് വെള്ളടി നിർത്തിന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയപ്പോ നിർത്തി, ധ്യാനം നിർത്തിയപ്പോ തുടങ്ങി. ഉതുപ്പേട്ട, നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. എഡ്യൂക്കേഷനുള്ള ഡോക്ടർ ജോസ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ലുക്കിൽ പിടിച്ചു നിക്കണം. പ്രാഞ്ചി, നീ ആ പ്രസംഗം പറഞ്ഞേ. പറ. ഒരെണ്ണം ഒഴിക്കടാ. കഴിച്ച 2 എണ്ണം കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലേ പോയി. മെന്നെ തുടക്കം നിട്ടെ. പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂന്ന് പറയാണ്ട് ആദ്യത്തെ വരിങ്ങട് മുഴുവൻ പറഞ്ഞു കൊടുക്കണം എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോടാവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എങ്ങനെയുണ്ടോ? ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കിണ്ട കുടിച്ചിട്ട് വയറ്റിയത് പോണ പോലെ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ, അതെ, ആ പൂ വെച്ചുള്ള വാക്ക് കിട്ടിയ. കിട്ടി. പൂ വെച്ചിട്ടുള്ള വാക്ക് നിനക്ക് വേണം. പറയണോ മാപ്പിളെ? ഒരെണ്ണം അടിക്കട്ടോ. ഇതെന്താ കൊല്ലപരീക്ഷ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു അനുഭവമുള്ള ആളാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കടുത്ത മത്സര നടക്കാൻ പോണേ. ഈ കോട്ടിന്റെയും പ്രസംഗത്തിന്റെയും പച്ചയില് സംഗതി നടക്കണം. അല്ലെങ്കിൽ ഗോപിയട്ടാ ഗോപി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കലക്കൂടോ, താൻ നോക്കിക്കോ. യൂസപ്പേ, തെയ്യ ബാഹുലേന്ന് വിളിക്കടാ. ആര്? സലാവുദ്ദീന? കൊടുക്ക്. കൂട്ടുണ്ടാ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അടയ്ക്കാടാ. നീ ആളെ കൊണ്ടുപോവാ. ശരി, കൊടു. നമസ്കാരം. അവന്റെ കൂട്ടത്തിലുണ്ട് പോരട്ടാ. പ്രാഞ്ചിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മടെ അരിപ്രാഞ്ചി വന്നിട്ട് 2 എണ്ണം പൂശിട്ടുണ്ട് കേറാട്ടാ. പ്രാഞ്ചേട്ടൻ വിളിക്കണ്. അരിപ്രാഞ്ചി എന്ന് പറയാണ്ട് നിന്റെ മുതലാളി ആരും അറിയില്ല എന്ന് പറഞ്ഞ ആ പേര് മാറി കിട്ടാൻ ആദ്യം സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പെന്തായി? നമ്മുടെ സ്വർണ്ണക്കട നടത്തണ അരിപ്രാഞ്ചിന്ന് 10-20 വരെ കുടിശ്ശി കിടച്ചപ്പോ ഉറുപ്പ്യ 1 ലക്ഷം മാറി കിട്ടിട്ടാ. ഇറങ്ങി പോയില്ലടാ. കേറാനുള്ള താപ്പൊന്നും ഞാൻ കാണില്ല. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ടാ എന്നെ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അതല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ കവിതയാടാ. അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ. അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞത് ആരാ? പ്രസംഗ കലയിലെ കമലാസന. അതാരാ? അറിയില്ലല്ലേ? അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ, അതിനെ കൂടെ കല്ലെടുപ്പിച്ചേ. പ്രഭാകർ അണ്ടിക്കോട് എഴുതി തന്ന പ്രസംഗം തിരുത്തേ. പ്രാഞ്ചി, നീ അത് മനപ്പാഠം പഠിച്ചേ. സമയായിട്ടാ, ഒന്ന് ഇറങ്ങി. സ്ഥാനാർത്ഥികൾ അവസാനമായി സ്റ്റേജിൽ വന്ന് ഓട്ടപ്പരത്തിക്കുന്നു. പിന്നെ പോളി താഴ്ന്ന് പുളി തുടങ്ങിട്ടാ. നമ്മുടെ വെയ്യാണ്ട് കിടക്കുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി ദാമോദരൻ സാറിന് കൊണ്ടുവന്നിട്ടുണ്ട്. 2 എണ്ണം ചോദിക്കുന്നുണ്ട്, കൊടുക്കട്ടെ? കൊടുക്ക്. 2 വെച്ചാ 2 കൂടുതലായാല് പ്രാഞ്ചി ഡിവിഎസ്പിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ശവം കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ. അതെവിടെങ്കിലും കുഴിച്ചിട്ട നീ ഇത് പഠിക്കിഷ്ടാ. ബ്രാൻഡി കാണിച്ചിട്ട് ആളെ കൊണ്ടുവരുന്നേ. നിർത്ത് വണ്ടി നിർത്ത്. പ്രാഞ്ചിസേ, ദാമോദരൻ സാറ് വന്ന് നിന്നെ ഒറ്റ ആളെ ഓർത്തിട്ടാ. നിന്നെ ജയിപ്പിച്ച് ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞാൻ പോളൂട്ടാ. എന്റെ വോട്ട് ആർക്കാന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാഞ്ചിക്കാന്ന്. അരിപ്രാഞ്ചിക്ക് വോട്ട് ചെയ്താ ആ വോട്ട് പാഴാവുന്ന ചിലരൊക്കെ എന്നോട് പറഞ്ഞേ. അരിപ്രാഞ്ചിന്ന് വിളിക്കാൻ എന്താ, അവൻ അരി കട്ടുവിറ്റിട്ടൊന്നുമില്ലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്താ സുബ്രഹ്മണ്യ, ഒരെണ്ണം ഇങ്ങോട്ട് ഒഴിക്കടാ. ഒരെണ്ണം സുബ്രഹ്മണ്യ, വരണോ ഇങ്ങോട്ട് വാടാ. ഇയാളുണ്ടല്ലോ. പ്ലീസ്, ഇന്നത്തെ ദിവസം നിന്റെ അമ്മയ്ക്ക് വിളിച്ചാലാണ് ഇങ്ങരുത്. വന്നേ. ഇതാ നരകത്തിന്റെ കാറാട്ടാ, ഡോക്ടർ ജോസിന്റെ.
ഇവന്റെ മൂത്ത പെങ്ങള് ബ്രിജീത്ത് ചാട്ടുമാട്ടക്കാരിയാ ഒന്ന് പാളിയതാ. ഡോക്ടർ നല്ല ആളാ. എന്തത്ര വൈകിയത്? ഒരു ലാസ്റ്റ് മിനിറ്റ് ക്യാമ്പയിൻ കൂടി നടത്തണം. എന്തിന്? എന്നെ അറിയാത്തവരോട് ആരാ കരുത ഉള്ളേ? അവർക്ക് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വേണം തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. അത്രയല്ലേ ഉള്ളൂ. ജയിക്കും, അത് ഷുവറാ. എന്നാലും ഒരു ചിരിയും കൈവിടുത്തു ഒന്നുകൂടെ ഉറപ്പിക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ആൻസൈറ്റി ഒന്നും ഇല്ലട്ടാ. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട് കേട്ടാ. ഈ എഡ്യൂക്കേഷന്റെ ഒരു വെയിറ്റ് ജോസിനുണ്ട്. അവൻ MBBS ഡോക്ടറാടാ. അത് താൻ ഇപ്പോഴാണ് അറിയണേ. ഇത്രയും കാലം കൂടെ വന്നിട്ട് ഇപ്പൊ മറ്റടുത്ത വർത്തനം പറയാം. എനിക്ക് ടെൻഷൻ ഇല്ല, നീ വന്നേ. പ്രാഞ്ചേട്ടോ കലക്കിണ്ടല്ല, ഒരു തോപ്പിയുടെ ആവാർന്നു. തൊപ്പി നിനക്ക് കാണണ്ടാ? എനിക്ക് കാണണ്ട ചങ്ങാതി. ഇയാള് തോൽക്കുമ്പോ താൻ തലയിൽ വെച്ചോ. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിടുട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. സുബ്ര വേണട്ടാ. ഒരു കാര്യം ടോയ്ലറ്റിലേക്ക് പോയോ? എങ്ങോട്ടാ? കക്കൂസിൽ. അപ്പൊ അതൊക്കെ മേലെ സാധിച്ചൂടായിരുന്നോ? ഒരെണ്ണം അടിക്കാനുണ്ടോ? ആ എന്നാ പോവാ. ഞാൻ പകലടിക്കില്ലട്ടാ. ഞാനടിക്കും. പ്രസംഗിക്കാനുള്ളതാ. അത് പാളിന്ന് വെച്ചാ എനിക്ക് പ്രഭാകർ അണ്ടിക്കോടിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലട്ടാ. പ്രസംഗം ഞാൻ കലക്കൂടോ. താനപ്പ ആദ്യം ഒന്ന് പഠിക്കേ. അത് വേണമെന്ന് വെച്ചാ കയ്യിൽ എഴുതി വെച്ചോ. വേണ്ട, കോപ്പി അടിച്ചിട്ട് ഇവനെ പല പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാ. ആ നാണക്കേട് ഇനി വേണ്ട. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. ഇവൻ എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. Honorable presiding officer on dais, esteemed senior members, and my dear fellow brothers and sisters of the Regency Club. ഞാനാ പ്രസംഗം എഴുതിയ കടലാസ് കീറി കളഞ്ഞൂട്ടാ. ഇംഗ്ലീഷ് കേട്ട് നീ പേടിക്കൊന്നും വേണ്ടട്ടാ. ഇംഗ്ലണ്ടിലെ ധർമ്മക്കാർ വരെ ഇംഗ്ലീഷാ പറയാ. അതിനിടയ്ക്ക് എവിടേക്കാ പോയത്? ഒന്നുണ്ട് വന്നേ. Of this wonderful year. Abraham Lincoln once said, whatever you are, be good one. And I find it true. 20 years ago, when I joined this club, I was nearly 26. The then Honorable President, Mr. Idikula, who inducted me, ജോസിന്റെ ഭാര്യ ഓമന നിന്റെ കോട്ടില് വീണൂട്ടാ. champions നോക്ക്, are made ചിരിക്കണ്ട. from a desire, a dream, അത് കളിയാക്കിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നണേ. അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സ് വേണ്ടട്ടാ. അവനവന്റെ ഡിഗ്നിറ്റി നിക്ക്. will. But the will has to be stronger than the skill. ഇതവൻ കൊണ്ടുപോയിട്ടാ. എഡ്യൂക്കേഷൻ. I can do as the president to this club what no club has done to the social and cultural fabric of Trichy. Fellow members, I have the will, but I need your vote to allow me demonstrate my skill. I have here with me my fellow competitor, my classmate, my friend, Mr. C. Francis. അവനിപ്പോ എന്താ നിന്നെ കുറിച്ച് പറഞ്ഞേ? The best, and I wish him all the best. To say it lightly, both of us were taught by the same revolutionary shepherd, Jesus, who said to love thy enemy. Thank you all, and God bless you. അടുത്ത കാൻഡിഡേറ്റ് ശ്രീ CE ഫ്രാൻസിസ്. എനിക്ക് പേര് വിളിച്ചട ചെല്ല്. ചെല്ലാണ്. കലക്കിട്ട് വാങ്ങി. Good luck. പ്രാഞ്ചേ, നീ ആ ചേട്ടത്തിയാരുടെ ഏത് മേലക്കാടാ പിടിച്ചത്? എടുത്തേതാ? വലുതേതാ? ഈടെ ഇടത്തും വലുതല്ലാതെ പിന്നെ ഏതാണ്ടാ മേല? ചെല്ലി ചെല്ലി. പൂരങ്ങളുടെ
ഈ പൂരങ്ങളുടെ മാറ്റുവിൻ ചട്ടുകങ്ങളെ ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. പറ്റുവച്ചാ എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. തൃശൂരിന് തിലകക്കുറിയായി സ്വർണ്ണത്തിലക്കത്തിന്റെ ആത്മഹർഷമേറും രോമാഞ്ചമായി കുടമാറ്റത്തിന്റെ കുളിർച്ചൂടി ചേറമ്മൽ ഗോൾഡ്. ഗോൾഡ് ഈസ് ബോൾഡ്, ബോൾഡ് ഈസ് ഗോൾഡ്. ഓക്കെ സന്തോഷ്. ഫ്രാൻസിസ് സാറ് വെൽഡൺ. എന്തുട്ട് വെൽഡിങ്? ഇത് വേണ്ടട്ടാ. എന്റെ അഭിപ്രായത്തിൽ സംഗതി കലക്കിട്ടോ. ഇത്ര ഗ്ലാമറും ടൈമിംഗ് ഒക്കെ ഉള്ള ഏത് മോഡലിൽ കിട്ടാന്ന് ഞാൻ ഡബിൾ ഓക്കെ. എനിക്ക് ഓക്കെ അല്ല. നീ ഇതൊന്നും കൂടെ എടുത്തേ. പറയാനുള്ള ഡയലോഗ് ഞാൻ പറയാം. ഓക്കെ, കമോൺ കമോൺ, ഗെറ്റ് റെഡി. പ്രാഞ്ചിയുടെ മുടിയിട്ടുണ്ട്. ഒന്ന് പോയടാ, ഞാൻ ഡയലോഗ് ആലോചിക്കട്ടെ. ചിന്തിക്കട്ടെ. വേണ്ടേ? അയാളുടെ സ്വർണ്ണക്കട, അയാളുടെ പരസ്യം. നമുക്കെന്താ? റെഡി, മ്യൂസിക്. കൊടക്കണ കാശിന് കിട്ടണ പൊന്നു മുതല, അത് ഞാൻ ഗ്യാരണ്ടി. കടയുടെ പേര് കളഞ്ഞിട്ട് ഒരു കേസും ഇല്ല ചെറമ്പൽ ഗോൾഡിന്. സ്വർണ്ണ സത്യം സ്വർണ്ണ. ചെറമ്പൽ ഗോൾഡ്, ചെറമ്പൽ സെന്റർ, പടിഞ്ഞാറക്കോട്ട റോഡ്, തൃശൂർ. പ്രൊപ്പറേറ്റർ സി ഫ്രാൻസിസ്. കട്ട്. ആ ദേ, ഈ കടമുതലാളിമാര് തന്നെ പരസ്യത്തിൽ നിന്നാ ഇതിന്റെ പേരിൽ ക്യാഷ് അടിക്കുന്ന സിനിമാ നടന്മാര് നടികൾ എന്ത് ചെയ്യും? അതെ, ഐറ്റിങ്ങൾ വന്ന് കൊടുക്കണ കാശിന് വയറ് നിറച്ച് പറയും. പക്ഷെ അതിലൊരു ആത്മാർത്ഥ ഉണ്ടാവില്ല എന്നെ. കാരണം കാശും കടയും ഇവിടെ അല്ലേ? അതെ. എന്താ എല്ലാരും ഉണ്ടല്ലോ, തൃശൂർ കോർപ്പറേഷൻ മുഴുവൻ. എന്താ പരിപാടി? പറയാനുണ്ട്. ഇവരിവിടെ ഇരിക്കട്ടെ, നടക്ക്. ഇവൻ ഇടവേളയ്ക്ക് ശേഷം പൊക്കം വെച്ചിട്ടില്ലല്ലോ. വെറുതെ അല്ല പ്രഭാകരൻ അണ്ടിക്കോട് പറഞ്ഞ ഇയാൾക്ക് വിവരമില്ലാന്ന്. ഈ ക്ലബ് ഇലക്ഷന്റെ ക്ഷീണം നമുക്കൊന്ന് തീർക്കണ്ടേ? ആഫീസിൽ പോയി കണക്ക് നോക്കിയാൽ അറിയാം ക്ഷീണത്തിന്റെ ഒരു നിലവാരം. പോയത് പോട്ടറോ എന്നെ വെല്ലോന്റെയും കയ്യിലെ കാശ് പോകുമ്പോ സകല തെണ്ടിയോളും ഫ്രീ ആയിട്ട് കൊടുക്കണ ഉപദേശം അത്. താനത് എന്നോട് പറയണ്ടട്ടാ. ഞാൻ കാശിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് അത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഉള്ള പേരുടെ കളയാനാ? നിനക്ക് ആകെയുള്ള പേര് അരിപ്രാഞ്ചിന്നല്ലേ? ഡോ, നമ്മുടെ ചേക്കുട്ടിക്ക് എന്നിട്ട് ഗഫൂർ ചേക്കുട്ടി ഓസ്കാർ, അയാൾക്ക് തൃശൂർ നഗരസഭ ഒരു സ്വീകരണം കൊടുക്കണു. കൊടുക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ? അത് ചെറമ്മൽ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് തന്നോട് ആര് പറഞ്ഞു? എന്ന് താൻ എന്നോട് പറയണം. അത് കേൾക്കാനാ പുറത്ത് കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റുള്ളവരും ഇരിക്കുന്നത്. എന്നെ നമ്മുടെ കയ്യിലെ കാശിന് പറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. നമുക്ക് മാത്രം ഒരു വിലയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാശ് കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. നിക്ക്, ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടായിരിക്കണേ. ചെറമ്മൽ ചേക്കുട്ടി ഈവനിങ് എന്നായിരിക്കും പ്രോഗ്രാമിന്റെ പേര്. ചെറമ്മൽ ചേക്കുട്ടിയോ? അവൻ എങ്ങനെയാടോ ചെറമ്മലത്തെ അവനെ? ഡാ പൊട്ട, അത് പ്രോഗ്രാമിന്റെ പേരാ. ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയുന്നത് പോലെ. സ്റ്റേജിൽ ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ താൻ. ഇവരായിരിക്കും മുന്നിലത്തെ കസേരകളിൽ ഇരിക്കുക. ചേക്കുട്ടിക്ക് ഉപഹാരം കൊടുക്കുന്നത് പ്രാഞ്ചി. എന്താ, അതിന്റെ പടമായിരിക്കും പിറ്റേന്നത്തെ മെയിൻ പത്രങ്ങളുടെ 1-ാം പേജിൽ. തൃശൂർ എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മേന്നെ കണകുണെന്ന് പറയരുത്. പിന്നെ മന്ത്രി പ്രഭാകരനാണ് സംഘാടക സമിതി ചെയർമാൻ. പ്രഭാകരൻ പ്രസംഗത്തിൽ ചെറമ്മൽ ഫ്രാൻസിസിനെ കുറിച്ചൊരു 4 വരി പെട്ടക്കും. എന്താ, ഇത്രയും പോരെ? താനേ എനിക്ക് മനസ്സിലായി. മേയറ ചേക്കുട്ടിയുടെ പരിപാടിയില്ലേ? എടുക്കണ്ട.
കളക്ടറാ. എടുക്കണ്ട, ഇനി MLA വിളിക്കൂട്ടാ. മന്ത്രി വിളിക്കട്ടെ. ഒന്ന് വന്നടാ. ക്ലബ് ഇലക്ഷൻ എന്ന് പറഞ്ഞ എത്രണ്ടാ പൊട്ടിച്ചേ? കണക്ക് നോക്കണം. എല്ലാത്തിനും ഒരു കണക്കുണ്ടാവണോട്ടാ. വീട്ടില് പെണ്ണൊരുത്തി ഇല്ലാത്തന്റെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കാം ഇങ്ങനത്തെ തൂർത്തിന്. ഇതുകൊണ്ടൊക്കെയാ കാരണന്മാര് നേരത്തെ കാലത്തെ പെണ്ണ് കെട്ടിച്ച് പൂട്ടണേ. അത് ചിറമലയാരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ലല്ലേ? എല്ലാവരും ലേറ്റ് മാരേജാ. പ്രാഞ്ചേട്ടന് അപ്പം കിട്ടിയതേ 45 വയസ്സിലാ. മേരിച്ചെടുത്തേ ആ കാര്യമായിട്ട് സ്കൂളിൽ ആന്റണി മാഷം കിട്ടുന്ന അകത്തുണ്ട്. അതും എന്തോ പിരിവാട്ടാ. അപ്പൊ മാഷ് ഇക്കൊല്ലം റിട്ടയർ ആവും. ഞാൻ നമ്മളെ കാര്യാട്ടൊരു സ്കൂളിൽ വരുമ്പോ നീ 10ലാ. ഇറങ്ങിപ്പോണ ഈ വർഷം പല പല പദ്ധതികളാണ് മനസ്സിലുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള വിഷയ നമ്മളെ കുട്ടികളുടെ മെഡിക്കൽ ഇൻഷുറൻസ്. ഇക്കൊല്ലം കുട്ടികളുടെ എല്ലാ ചികിത്സ ചെലവും സ്കൂൾ അങ്ങോട്ട് നടത്തും. ആ കാര്യത്തിൽ ഇനി രക്ഷിതാക്കൾക്ക് ഒരാശങ്ക വേണ്ട. ആ മേരിച്ചെടുത്തിനൊന്ന് വരാൻ പറഞ്ഞേ. പോളിസി തുക എത്രന്ന് പറഞ്ഞാ ഞാൻ അടച്ചോളാന്നേ. നീ എന്റെ കൂടെ ഒന്ന് വരണം. ആ ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറായിട്ട് നീ ഒന്ന് സംസാരിക്കണം. എന്തിനാ? അവനെ ഇങ്ങോട്ട് വരത്താലോ. ചേർത്തിയെ, ആ മെഡിക്കൽ ഫണ്ടിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. സ്കൂളിലെ കുട്ടികളുടെ ഒരു ഇൻഷുറൻസിന്റെ കാര്യം. ആ വകയില് ഈ വർഷം ഇനി ഫണ്ടൊന്നും ഇല്ല. 4 ആൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയില്ലേ. കൈസഹായിട്ട് ഒരു തുക വേറെയും. കൊഴപ്പില്ലെന്നേ, ചെറിയ കിടാങ്ങളുടെ കാര്യത്തിനല്ലേ. എല്ലാം കൂടി നിന്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെക്കാനല്ല ഞാൻ വന്നേ. നീയും കൂടി ഒന്നും ഇറങ്ങിയാ നമുക്ക് ആവശ്യമുള്ള തുക പിരിച്ചെടുക്കാം. അത് നഷ്ടം. പക്ഷേ നമ്മൾ ഇറങ്ങിയ ക്യാഷ് കിട്ടും. പക്ഷെ അവിടെ നിങ്ങടെ വിളി വരുമ്പോ അത് നമ്മൾ തിരിച്ചു കെട്ടണം. അതിലില്ലാമ നമ്മൾ തന്നെ ഇറക്കണ. ശരി. ഗസ്റ്റ് ഹൗസ് മിനിസ്റ്റർ PA മുരുകേശൻ അങ്ങോട്ട് വരാൻ പറ. അതെ, ഇൻഷുറൻസുകാരെ ഇങ്ങോട്ട് വരുത്താം. മിനിസ്റ്റർ ആവുമ്പോ നമ്മൾ അങ്ങോട്ട് പോണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചില നിയന്ത്രണങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ അതിന് മുമ്പത്തെ ഭൂമിയിൽ കുറെ പേര് കാശടിച്ചു. തൃശ്ശൂര് ഭാഗത്ത് വലിയ കോള് കിട്ടിയത് ഫ്രാൻസിസിനാ. അറിയാട്ടാ. കൈ കൊള്ളണ്ട ഊരി, അത്ര തന്നെ ഉള്ളൂ. ഏയ്, ഒരു 5-8 C അതുറപ്പാ. അല്ല, ഇപ്പൊ എന്തുകൊണ്ട് പുതിയ വെഞ്ചർ ചെറമൽ കൺസ്ട്രക്ഷൻസിന്? ഫ്ലാറ്റോ ഷോപ്പിംഗ് മാളോ? ഫ്ലാറ്റാ. ആയിക്കോട്ടെ. നിങ്ങൾ ബിസിനസ്സുകാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. ഞങ്ങൾ വികസന വിരോധികളല്ല. സഹകരണം എന്ന വാക്ക് മറ്റു പലരെക്കാളും ഞങ്ങൾ ഉച്ചത്തിൽ പറയും, ചെറിയൊരു ഭേദഗതിയോടെ. പരസ്പര സഹകരണം അത് ഇരുകൂട്ടർക്ക് നല്ലതാ. അതെ മന്ത്രിയെ, ചേക്കുട്ടി പരിപാടിക്ക് കാശ് എത്ര വേണമെങ്കിലും ഫ്രാൻസിസ് ഇറക്കും. പക്ഷെ 10 പേരെ അറിയണം, അറിയിക്കണം. അത്രക്കേ ഞങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളൂ. അത് വേണം. അതല്ലേ മേന്നെ ഞാൻ പറഞ്ഞത്, പരസ്പര സഹകരണം എന്ന്. വണ്ടി വരാറേട്ടോ, എല്ലാരും റെഡിയായിക്കോ. അതെ, അതിന് പണിയുണ്ട്. സ്റ്റേജിൽ കയറാൻ പറ്റില്ലേ? കാശ് തിരിച്ചു മേടിക്കൂട്ടാ. മൂത്രപ്പരയുടെ അടുത്ത് കൂടെ ഒരു വഴിയുണ്ടെന്ന്. നീ ഇങ്ങനെ മണവാട്ടിമാരുടെ കാര്യം നാണിച്ച് നിൽക്കാണ്ട് എന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ.
നീ എന്താ ഇവിടെ ഭരതനാട്യം നടത്താൻ പോവാ? കൊല്ലത്തെ ഫസ്റ്റ് സ്റ്റേജിലിടോ. അവിടെ ഇരിക്കേ, ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വിചാരിച്ചത്ര സൈസ് ഇല്ലാട്ടാ. ആളൊരു കപ്പലിന് മിട്ടയുടെ അത്ര ഉള്ളൂ. എന്നിട്ട് എവിടെയാ എത്തിയേ? ഇതാ പറയണ പൊക്കത്തിനും വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ. കോർപ്പറേഷൻകാരുടെ ഒരു സിമ്പിൾ പരിപാടിയായിട്ട് നമ്മള് ഇവിടുന്ന് ഞാൻ എങ്ങരുതട്ടാ. ഇത് കഴിഞ്ഞ പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് കഴിഞ്ഞിട്ട് കാസർഗോഡ്. ജോസിനൊക്കെ സീറ്റ് പിന്നിലാട്ടാ. താനും വേണമെങ്കിൽ പോയി പിന്നിലിരുന്നോ. തിരക്കുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് സംഭവം തീരും. സഹിക്കേണ്ടി വരും. ജർമ്മൽ ഗ്രൂപ്പ് എന്നെഴുതി തീരെ ചെറുതായി പോയിട്ടോ. ഗുരു മാധവൻ തമ്പി പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരുത്തണം. ഒന്നിരുന്നേ. സ്പോൺസറല്ലേ പ്രാഞ്ചേട്ടാ പ്ലീസ്. പത്മശ്രീ പത്മശ്രീ. കേരളത്തിന്റെ ശബ്ദം ലോകത്തിന്റെ മുന്നിൽ ഉച്ചത്തിൽ കേൾപ്പിച്ച ഈ മഹത് വ്യക്തിയെ നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. അപ്പളേക്ക് എവിടുന്ന് കൊണ്ടുവന്നോ ഒരു പത്മശ്രീകാരനെ? സംഭവം ഒരു വെയിറ്റുള്ള സാധനട്ടാ. ശവടക്കിന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും പത്മശ്രീ കിട്ടിയ. അതെന്തിനാടോ? ചത്തോന്ന് ഉറപ്പിക്കാനാ വെടിവെച്ച് നോക്കണത്. എന്ത് തേങ്ങയാടോ ഈ പത്മശ്രീ? ആ കിളവിന് എന്തിനാ കിട്ടിയത്? ഡാൻസിനോ കാക്കാരിശിക്കോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനം ഇത്. അതെ, പിടിപാടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് നോക്ക്. കാശെറിഞ്ഞാ മേടിക്കാൻ പറ്റണതാണ് ഈ സകല പാടും. എന്തറിയേണ്ടി വരും? എന്തൂട്ടിന് പത്മശ്രീക്ക പ്രാഞ്ചിയെ നീ വെറുതെ ഈ മേനോന്റെ ഓരോ ബടായി കേട്ടിട്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ വല്ല ചക്കയോ വാങ്ങിയിട്ടിയ? കാശ് കൊടുത്ത് മേടിച്ച കഥയൊക്കെ ഉണ്ട്. രണ്ടാളെ എനിക്കറിയാം. മരണം മേടിച്ചോ? വർത്താനം നിർത്തിയേ. എന്ത് ചെലവാന്ന് പറ. ക്യാഷിന് കിട്ടാൻ ഞാൻ മേടിക്കും. പത്മശ്രീ ശ്രീ പ്രാഞ്ചേട്ടൻ. ആരന്റെ ബാഹുല ഇതിന്റെ ഒരാള് പിടിക്കുകയാണെങ്കില് ഇവിടെ സുരേഷ് ബാബുവിനെ പിടിക്കണം. എന്താ പാട്ടാ? കാര്യവും പ്രതിപക്ഷത്താണെങ്കിലും ഇമ്മാരി ഓപ്പറേഷനും ബെസ്റ്റാ. കാശ് കിട്ടിയ മണലോണ്ട് അവൻ കയറിയിരിക്കും. ഞാൻ ഇനിയൊരു സത്യം പറയാം. കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും നിനക്ക് മനസ്സിലായോ? സോറി. നമ ശിവായ നമ ശിവായ നമ ശിവായ. ശംഭോ രുദ്ര മഹാദേവ. വടക്കുന്നാഥ രക്ഷിക്കണേ ഭഗവാനെ. ഭഗവാനെ പത്മശ്രീ കാശിറക്കേണ്ടി വരൂട്ടാ. ഇറക്കാന്നേ മാത്രല്ല കളി വേറെയും കളിക്കേണ്ടി വരും. ആ കളിയുടെ ക്യാപ്റ്റനായിട്ട് സുരേഷ് ബാബു നിക്കണം. അപ്പൊ ഡൽഹിയിലത്തെ കാര്യം? ഡൽഹിയിൽ എത്രയെങ്കിലും കേരളം കിടക്കണ്ടേ? സംസ്ഥാന സർക്കാർ അയക്കുന്ന ലിസ്റ്റും വില അവിടത്തെ ഡിസിഷൻ വരിക. ആ ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ഇവിടത്തെ ചുള്ളന്മാരെ ആരാ മട്ടിലേക്കാ തള്ളണ്ടേന്ന് പറഞ്ഞാ മതി. തള്ളാം. നമുക്ക് സുധാരനെ പിടിക്കാം. വലിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അവനാ കൂട്ടത്തിന് നല്ല ഗാന്ധി സ്നേഹമുള്ളവനാ. നടക്കണ കാര്യമല്ലേ ചങ്ങാതി? അതിപ്പോ പാർട്ടിയുടെ ഒരു ലിസ്റ്റ്, പിന്നെ ഘടകകക്ഷികൾ ചില നോമിനീസ്, അങ്ങനെ എലിജിബിളായ എത്ര പേരുണ്ടാവും? കഴിഞ്ഞ തവണ 24 പേരുടെ പേര് പോയിട്ട് കിട്ടിയത് എത്ര പേർക്കാ? എല്ലാം തികഞ്ഞോന്മാർ തന്നെ ബാക്കി കിടക്കുക. അല്ലേലും നിങ്ങളുടെ പാർട്ടിക്കാരെ പ്രശ്നതാ മുടക്കം പറഞ്ഞേ തുടങ്ങുള്ളൂ. താനാ സ്റ്റേറ്റ് ലിസ്റ്റിലൊന്ന് കയറ്റിത്താടോ. ഡൽഹിയിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഡൽഹിയിൽ എന്ത് തോന്നിയ ദിവസം നടക്കും? അതൊക്കെ ഇവിടെയും നടക്കും. താൻ ആ വിഷയം വിട്. ഇനിയിപ്പോ ഭരണം മാറിയിട്ട് മതിച്ചാലും പ്രശ്നമല്ല. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറ്റില്ല. ഞങ്ങൾക്ക് ഇക്കുറി തന്നെ വേണം. അല്ലേ പ്രാഞ്ചി? അതെ, അതും ഒരു ദിവസം നേരത്തെ കിട്ടിയ അത്രയും സന്തോഷം. ഇതെന്താ ഫ്രാൻസിസേ, റേഷനറി അളക്കണ കാര്യോ പറയണേ? ഈ സുരേഷ് വിവരമില്ലാഞ്ഞിട്ട് പറയണതാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരേലും ചോദിച്ചാ നമുക്ക് എന്തുട്ടാ പറയാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട്? തനിക്ക് എന്തോരം വേണ്ടി വരും എലിജിബിലിറ്റി? സുധാകര,
നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള കാര്യ പറയണത്. വേണ്ട, നമുക്ക് പോവാടാ. സുധാര, എന്താ യോഗ്യത എന്നല്ലേ നീ ചോദിച്ചേ? ഇടത്തുനിന്നും വലത്തുനിന്നും കൈ നീട്ടുമ്പോ കണക്ക് നോക്കാണ്ട് വാരി തന്ന തന്നെയുണ്ട യോഗ്യത. ഇത് ക്യാഷിന് കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് മേടിക്കും. എന്നിട്ട് അതും കഴുത്തിൽ തൂക്കിയിട്ട് തൃശ്ശൂർ റൗണ്ടാ നടക്കും. മേനോമായോ? അത് ശരിയാവൂ. അങ്ങോരൊരു ടൈപ്പ് ആളാ. മാഷെ അന്യന്മാരൊന്നും അല്ലല്ലോ, തന്റെ അമ്മയുടെ ആങ്ങളെയല്ലേ? അതൊക്കെ തറവാട്ടിലല്ലേ മെന്നെ. അരമനെ ചെന്ന അങ്ങോരു ബിഷപ്പല്ലേ. അവിടെ എന്തൂട്ട അമ്മാവനും മരുവനും. മാഷയുടെ ഭാര്യ വീട്ടിലും മാഷയുടെ ഭാര്യയല്ലേ? പള്ളിയിൽ വെച്ച് കാണുമ്പോ അവള് വല്യമ്മയുടെ മോളാവില്ലല്ലോ. എന്താ മെന്നത് കാര്യം പറയണതിന്റെ ഇടയിൽ ഒരുമാതിരി. ഒരു ശ്രമം നടത്തി നോക്കാം മാഷെ. ഇല്ലാച്ചാ പോട്ടെന്നേ. അല്ല, ഈ ബിഷപ്പ് പറഞ്ഞപ്പോഴത്തെ ഗവൺമെന്റ് കേൾക്കുന്ന എന്തത്ര ഉറപ്പ്? സഭയും പാർട്ടിക്കാരും ഒന്നും തമ്മിൽ തല്ലല്ലേ. അത് വിട്. ഈ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാര് തലയിൽ മുണ്ടിട്ട് അരമനെ ചെന്ന് ബിഷപ്പ്മാരുടെ കയ്യിൽ കിസ് ചെയ്യണ കഥയൊക്കെ എനിക്കറിയാട്ടാ. ഈ ബിഷപ്പ് ചാർജ് എടുത്തതിന് ശേഷം 3 പള്ളിപ്പണിക്ക് ഡൊണേഷൻ ഉണ്ടെന്ന് വാങ്ങിണ്ട്. അല്ല, തനിക്കിപ്പോ എന്താ ഒരു പത്മശ്രീ മോഹം? വിജയശ്രീനെ മോഹിക്കാൻ പറ്റില്ലല്ലോ, അവര് മരിച്ചു പോയില്ലേ. താൻ നാളെ ഞങ്ങളുടെ കൂടെ വരുന്നു. എന്താ? ശരി. പ്രാഞ്ചെഴുന്നേറ്റ്. പിള്ളേര് ഞങ്ങളുടെ പായണേ. പിള്ളേര് കൃമി കടിച്ചിട്ട് ഓടുന്നതാവൂടോ. സർക്കാർ വകയല്ലേ ഉച്ചഭക്ഷണം. നീ ഇങ്ങോട്ട് വന്നേ. ഈ കോൺഗ്രസ് കൂട്ടത്തിന്റെ മോന്തമേലെ ബാക്കി നിനക്ക് തെറിയിട്ട് പഠിക്കാൻ ഫ്രണ്ട്സുകാർ കിട്ടുമോ? എന്തുട്ടാണ്ട സുബ്ര? അല്ല, ഈ ഗഡിയിലല്ലേ കാർമേ അക്ഷരം എഴുതി പഠിക്കാ. ഞാൻ കണ്ടതുകൊണ്ട് ഒരക്ഷരം എഴുതി. അത് ഏതക്ഷര? അക്ഷരല്ലത്, ഇത് കൂന്ന. കൂന്നാണോ അതോ കൂന്നാണോ? അതിൽ അപകടമുണ്ട്. പോളെ, സത്യമാണോ ഈ കേട്ടത്? പോയി ഓഫീസിൽ പോയി നിൽക്ക്. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടാ. റാജി, സോറി ട്ടാ. ക്രാങ്ങളല്ലേ മാഷെ. മാഷേ, ഇത് പിടിച്ചേ. എന്തിനാ? സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും അത് ലഭിച്ച നാളിൽ തന്നെ അതിന്റെ മുൻനിര പോരാളി പരമോന്നത അധികാരസ്ഥാനം കൈയാളുകയും ചെയ്തു എന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ചരിത്രം. പക്ഷെ അതിന് അപവാദമായിരുന്നു ഭാരതം. അഹിംസയുടെ മാർഗത്തിലൂടെ കൈവന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തില്ല നമ്മുടെ മഹാത്മാവ്. മാത്രവുമല്ല, സ്വാതന്ത്ര്യപ്രാപ്തിക്കായി രൂപമെടുത്ത പ്രസ്ഥാനം പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹത്തായ ആ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അധികാരവും സ്ഥാനമാനങ്ങളും ത്യജിക്കാൻ ശീലിക്കുക, കർമ്മം ചെയ്യുക. അതിനുള്ള പ്രതിഫലം പാരിതോഷികമായോ പുരസ്കാരമായോ നമ്മെ തേടി വരാം, വരാതിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണുമല്ലോ. ഫ്രാൻസിസ് ഇന്നാൾ വരെ ചെയ്ത പുണ്യപ്രവൃത്തികൾ തുടരുക. നിന്നിലേക്ക് വന്നു ചേരേണ്ട അംഗീകാരം കാലം നിന്റെ കൈകളിൽ എത്തിക്കും. ഇപ്പൊ എന്തായി? എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂന്ന്. പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും നേരിട്ട് ബോധ്യമായിക്കോട്ടിട്ട് ഞാൻ കൂടെ പോകുന്നേ ഉള്ളൂ. അങ്ങേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്കറിയാത്ത ആളാ ഗാന്ധി. എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാട്ടാ. എന്താ? എനിക്ക് ഈ ബ്രിട്ടീഷുകാരെ അന്ന് തിക്കും തിരക്കും കുട്ടി ഓടിച്ചതിൽ ഒരു യോജിപ്പില്ല. അല്ല പിന്നെ ഏതെങ്കിലും ബിഷപ്പുമാർക്ക് കിട്ടിയിട്ടുണ്ടോ പത്മശ്രീ? ഇല്ല, അതിന്റെ കുശുമ്പല്ലേ ഇത്. അല്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് വേറൊരു ക്രിസ്ത്യാനിയെ കണ്ടുകൂടാന്ന് പറയുന്നത് ശരിയാ. പിന്നെ നായന്മാർക്ക് നായന്മാരെ വലിയ സ്നേഹല്ലേ? ഒന്ന് പോടോ. നിനക്ക് നാണാവില്ല ഇങ്ങനെ ജാതി പറഞ്ഞ് സംസാരിക്കാൻ. അയ്യേ, സ്കൂളിലെത്ത സമയമായി, ഞാൻ പോവാ. ഞങ്ങൾ അടുത്ത പരിപാടി നോക്കട്ടെ. ഇനിയിപ്പോ എന്താ വേണ്ടേ? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ട് എന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. ഞാൻ തൃശ്ശൂർ കുറച്ച് ദിവസം ഉണ്ടാവും. നാളെ ഒന്ന് ഗുരുവായൂർ പോകും. ഛത്തീസ്ഗഡ് ചീഫ് ജസ്റ്റിസ് കാസറാം കൊത്വാളും ഫാമിലി മരണ്ട്. കൊത്വാൾജിയുടെ മകളുടെ കുട്ടിക്ക് ചോറൂണും മൂപ്പർക്കും വൈഫിനും തുലാഭാരവും.
പിന്നെ നമ്മുടെ സ്വന്തം ആളല്ലേ. ആ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ PS എതിർവീര ഗുണചന്ദ്ര കോട്ടക്കൽ കിടപ്പുണ്ട്. ഒന്ന് പോയി കാണണം. ആ ശരി, നമുക്ക് കൊച്ചി കാണാം. മെറിഡിയൻ റൂമിട്ടേക്ക്. ആ പിന്നെ ഒരു ഹൗസ് ബോട്ട് ആലപ്പുഴ വിളിച്ച് പറയേ. ആ എ ലക്ഷൂറിയസ് വൺ. മുഹമ്മയ്ക്ക് വരാൻ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറയാം. ചില ഗസ്റ്റ്സ് ഉണ്ട്. ആ ഓക്കെ, ഞാൻ ഒരു മീറ്റിംഗിലേക്ക് കയറുക. 1 hour കഴിഞ്ഞിട്ട് വിളിക്കുക. നമ്പ്യാർജി, ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ഏട്ടൻ. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയടോ, എനിക്കറിയാലോ. നമ്മുടെ ഹോം മിനിസ്റ്റർ ദിവാകരേട്ടനും ഞാനും പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ. ഇറ്റ് വാസ് ലോങ് ബാക്ക്. നാട്ടികേട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓഫ് കോഴ്സ് കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. കാര്യങ്ങൾ സുരേഷ് ബാബു പറഞ്ഞല്ലോ. നമ്പ്യാർ സാർ ഒരു പിടിപിടിച്ച സംഗതി മേപ്പെട്ടാ പോകുന്ന എല്ലാരും പറയണേ. അങ്ങനെ ഒരു മോഹം തോന്നി. നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. ഈ പേരിനൊപ്പം പത്മശ്രീ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയാ പിന്നെ അരിപ്രാഞ്ചി, കിരിപ്രാഞ്ചി എന്നുള്ള വിളികൾ നിർത്തുമല്ലോ ഈ തൃശ്ശൂരുള്ള തെണ്ടികള്. കാശ് എത്രയാന്ന് പറയേണ്ട കാര്യമുള്ളൂ. പ്രാഞ്ചി റെഡി. തിരക്കൂട്ടല്ലേ, നമ്പ്യാർജി ഒന്ന് ആലോചിക്കട്ടെ. जी नंबर हियर, एक काम करो, अभी मैं एक जरूरी मीटिंग में हूँ. उनको बताओ मैं प्रणब जी को उसका पर्सनल नंबर में कांटेक्ट करूंगा. ठीक है? പ്രാഞ്ചേട്ടാ, ഇതങ്ങനെ കാശ് കൊടുത്ത് നിസ്സാരമായിട്ട് മേടിക്കാവുന്ന ഒന്നല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇപ്പോ ഈ നാട്ടിൽ പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. ആരുടെ കയ്യിലാ ഇപ്പൊ കാശില്ലാത്ത? കാശ് മാത്രമേ ഇവന്റെ ഉള്ളൂ, ബാക്കി എഡ്യൂക്കേഷൻ അടക്കം എല്ലാം പോക്ക. പിന്നെ ഡൊണേഷൻ അത് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. തെളിവിന് വേണമെങ്കിൽ രശീതി കാണിക്കാം. അതുകൊണ്ടായില്ല ഏട്ടാ, നമ്മുടെ സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന അപേക്ഷയുടെ കൂടെ ഒരു പ്രൊഫൈൽ വേണം. എന്ന് വെച്ചാൽ ഒരു ലഘു ജീവചരിത്രം. അതിനും മാത്രമുള്ള ചരിത്രമൊന്നും ഉമ്മക്കില്ല നമ്പ്യാർ സാറേ. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ചരിത്രം പലപ്പോഴും നിർമ്മിക്കുകയാണ് ചെയ്യുക. അതിന് നമുക്കൊരാളെ കാണാനുണ്ട്. അയാൾ എഴുതി തയ്യാറാക്കിക്കോളും പ്രാഞ്ചിയേട്ടന്റെ ഇല്ലാത്ത ജീവചരിത്രം. പ്രസിദ്ധനായ ഹിസ്റ്റോറിയൻ പ്രൊഫസർ അച്യുത വാര്യർ. ഒരു ദക്ഷിണ കയ്യിൽ കരുതിക്കോളൂ. നമ്മൾ അദ്ദേഹത്തെ പോയി കാണുന്നു. ചോറിന് എത്രയാളാ ഉണ്ടാവാന്ന് നേരത്തെ പറയാനോ? ഈ സാധനം കൈ കിട്ടണ വരെ ഊണിന് കുറെ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ സാധനം മേടിക്കോ, കയ്യിൽ വെക്കോ, എന്ത് വേണേ കഴിക്കോ. ഞാൻ ചോറിന്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്താ ചോറ്? എന്താന്ന്? ചോറ്. അപ്പോ ഇയാൾക്കൊരു ജാതകം ഉണ്ടാക്കണം. ഹൈറാർക്കിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത വായിക്കണ ഏത് ഏഭ്യനെ കൊണ്ടും കേമെന്ന് പറയിപ്പിക്കാൻ കഴിയണ ഒന്ന്. ഒരുപാട് സഹായങ്ങൾ പലർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്കുള്ളതുണ്ട്, ഇല്ലാത്തത്. ഇതിന്റെ അകത്ത് മുഴുവനും അതിന്റെ രശീതിയും ബില്ലുകളാ. സഹായം ചെയ്തതിന് ബില്ലോ? എന്നുവെച്ചാ ആശുപത്രി ചെലവ് നമ്മൾ കൊടുത്ത കേസുകളുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ. പിന്നെ 4 ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇയാള് ചെയ്തു എന്നല്ല, അതിന്റെ കാശ് കൊടുത്തു എന്നാ പറയണേ. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. വലിയ ശത്രുക്കളൊന്നും ഇല്ലാത്തോണ്ട് ഈ പത്മശ്രീ കിട്ടിയാലും ആരും ദോഷമൊന്നും പറയില്ല. അവനൊരു പാവല്ലേ, അവനത് മേടിച്ചോട്ടെ തൃശ്ശൂക്കാര് പറയൂ. തൃശ്ശൂക്കാര് സത്യം. അജയ് നമ്പ്യാരെ പറയൂ സാർ. ഈ സെന്റ് ഫ്രാൻസിസ് അസീസി നന്നെ ബാല്യത്തിലെ കടുത്ത ദീനാനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഒരു പുണ്യാത്മാവായിരുന്നു. ഈ പേരുകാരൻ പുണ്യാളന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചുടക്കാരന്റെ. വഴിയരികിൽ കണ്ടുമുട്ടുന്ന യാചകരെയും നിരാലംബരായ യാത്രക്കാരെയും വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നതിൽ കുട്ടിയായ ഫ്രാൻസിസ് അത്യുത്സാഹം കാണിച്ചിരുന്നു. ചൈൽഡ്ഹുഡ് അങ്ങനെ കുറെ ഇൻഷുറൻസ് കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് സാർ ഇന്നലെ ഫോണിൽ പറഞ്ഞു സാമുദായിക മൈത്രി. അതെ, തൃശൂർ പൂരം എന്ന ഹൈന്ദവാഘോഷത്തെ തൃശൂർ പട്ടണത്തിന്റെ ഉത്സവമാക്കി മാറ്റി
ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ പങ്കാളിത്തത്തോടെ അത് വർഷാവർഷം നടത്തുന്നതിൽ ഫ്രാൻസിസ് വഹിക്കുന്ന പങ്ക്. മതസൗഹാർദ്ദത്തിന് അത് നൽകുന്ന സംഭാവനയുടെ വലിപ്പം കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നേയില്ല. ചുരുക്കി പറഞ്ഞാൽ കൈയയച്ചു നൽകിയും സ്വസമുദായത്തിലെ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചും ഫ്രാൻസിസ് ഹൈന്ദവ സഹോദരന്മാർക്ക് പണം നൽകുന്നുണ്ട്. പ്രാഞ്ചി, തിരുവമ്പാടിക്ക് കൊട വാങ്ങാൻ ഒരു 10 ഉറുപ്പിക താൻ തരണം. കൂടെ വാങ്ങാൻ കാച്ചില്ലെങ്കിൽ ഞാൻ എന്നിട്ട് വിടൂ. ഇല്ലേലും ഒരു ചേമ്പൽ വെട്ടി തലയിൽ വെക്കേ. നീ ഒരു 10,000 ഉറുപ്പിക തരുമെന്ന് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു പോയി. നീ എന്നെ ചതിക്കരുത്. സോറി താൻ എന്തിനാടോ ഈ മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ട് ഓരോന്ന് ഏൽക്കാൻ നിൽക്കണേ? ആ യൂസഫിനോട് പറഞ്ഞിട്ട് 2000 രൂപ വാങ്ങിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കൊട മാറി മാറി കളിക്കണേ എന്തിനാന്ന്? അപ്പോഴല്ലേ ഒരു ഭംഗിയുള്ളൂ. എന്ത് ഭംഗി? പിന്നെ മറ്റൊരു പോയിന്റ്, ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് പൊളിച്ച ഡിസംബർ 6 തൃശൂരിലെ മുസ്ലിം സഹോദരന്മാർ തെങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആശ്വാസവാക്കുകളുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു പ്രസ്തുത ഫ്രാൻസിസ്. ആയുധമെടുക്കരുത്, സമചിത്തതയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ അവരെ അനുനയിപ്പിച്ചു നിർത്തി അതുവഴി ഒരു വർഗീയ കലാപത്തിൽ നിന്ന് തൃശൂരിനെ രക്ഷിക്കുകയും ചെയ്തു. എന്താ ബാബയ, ഒരു പള്ളി വിളിച്ചെന്നോ അമ്പലം കെട്ടിയെന്നോ ശ്രീരാമനോ ബാർബറോ എന്താ പ്രശ്നം? ടിവിയില് രാവിലെ തൊട്ട് കാട്ടുണ്ടല്ലോ. എവിടെണ്ട ഈ സ്ഥലം? അയോധ്യ എന്ന് പറയണേ, ഹിന്ദുക്കളുടെ കഥയിലൊക്കെ പറയണ അത് ശരിക്കുള്ള സ്ഥല? ഒന്നുകൂടെ ഒഴിക്കടാ. ഇങ്ങനെ പോവും നമ്മുടെ അരിക്കച്ചവടക്കാരൻ പുണ്യാളനായ കഥ. ഗംഭീരായിട്ടുണ്ട്. ഡീറ്റെയിൽ ഡ്രാഫ്റ്റ് 2 ദിവസം കൊണ്ട് തരാം. മതി പ്രാഞ്ചേട്ടാ. ഒന്നുണ്ട്. ഇതൊരു ടോക്കനാണ്. സംഗതി ചെതറിച്ച കെട്ട് വേറെ വരും. ഇതങ്ങോട്ട് മേടിച്ചേ. അല്ല വാരമാഷേ, ഈ പത്മശ്രീ ഇങ്ങനെ തട്ടിപ്പീസായിട്ട് വാങ്ങണതും നേരായ മാർഗത്തിൽ കിട്ടണതും തമ്മിൽ കണ്ടാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതിപ്പോ അധ്വാനിക്കുന്നവന്റെ കയ്യിലായാലും മോഷ്ടാവിന്റെ കയ്യിലായാലും പണത്തിന് ഒരേ നിറവും രൂപമാണ്. പക്ഷെ ഒന്ന് മടിയിലിരിക്കുമ്പോ മനസ്സിന് സന്തോഷം ഉണ്ടാവും, മറ്റത് സൂക്ഷിക്കുന്ന നേരം മുഴുവൻ പേടി മാറില്ല. ഇത്രേ ലളിതായിട്ടേക്ക് പറഞ്ഞുതരാൻ കഴിയും. $1.5 കോടി പൊളരിപ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് 1 ഏക്കർ സ്ക്വയർ പ്ലോട്ടാ കയ്യിലിരുന്നേ അല്ലേ? എന്തുകൂട്ട് ഒളരിപ്പള്ളി. ഇനി തേക്കിൻകാട് മൈതാനം പകുതി എഴുതി കിട്ടിന്ന് വെക്കി. അത് പത്മശ്രീക്ക് പകരാവോ ഫ്രാഞ്ചീസേ? പിന്നെ സംഗതി നടന്ന ഞാൻ ഗുരുവായൂർ ഒരു കൃഷ്ണനാട്ടം നേർന്നിട്ടുണ്ട്. അതിന്റെ കാശ് തരണട്ടാ. സംഗതി നടന്നില്ലെങ്കിൽ ഞാൻ എന്റെ താമസം കുറച്ചു കാലത്തേക്ക് വിയൂർക്ക് മാറ്റും. അവിടെ നിന്റെ അമ്മായിരെ വീടുണ്ടാ? തന്നെ കൊന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ജയിലിൽ കിടക്കണ്ടേ? അങ്ങനെ ഒരു ഡിസിഷൻ താൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണാട്ടത്തിൽ നിൽക്കില്ല. കാനാടി ചാത്തിന് ഒരു പോത്തും കുട്ടനെയും കൂടി നേരെയാവും ബുദ്ധി. എന്തേ അത് വേണ്ടി വരും. ചോറിന് എത്ര ആളുണ്ടാവാന്ന് പറയണട്ടാ. എപ്പോ നിനക്ക് ഈ ഒരേ വിചാരേ ഉള്ളൂ. എപ്പോ നോക്കിയാൽ ഈ ഒറ്റ ചോദ്യമുള്ളൂ. എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര ആളുണ്ടാവും ചോദിക്കാം. പപ്പിത്തുള്ള ഞാൻ ചുമരുമ്പോ തേക്കിട്ട ഞാൻ ഫ്രാഞ്ചീസ്. എന്നെ ആ മാപ്പിളോട് കളിക്കണ്ടട്ടാ. അയലൊരു ഈട് മൂടില്ലാത്തവനാ. അല്ല ഇതിപ്പോ എവിടെ എത്തിക്കണ്ടേ? ഒരു വണ്ടി ഇങ്ങോട്ട് അയക്കാന്നാ നമ്പ്യാർജി പറഞ്ഞു. ആള് വിളിക്കണ്ടല്ലോ. നമ്പ്യാർജി ഏതാ? ആംബുലൻസോ? KL 312. ഓക്കെ. ആരാ മരിച്ച നമ്പ്യാര? ആംബുലൻസ് എന്ന് പറയണ്ടല്ലോ. ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതില് ക്യാഷ് കയറ്റി വിടാനാ പറഞ്ഞു. വന്നല്ലോ. ഒരു ഓമ്നിയുടെ സൗണ്ട് കിട്ടു. നിന്റെ കഴിഞ്ഞല്ലോ ഗുരുവായൂരപ്പാ. 1.5 കോടി പോണ പോക്ക് കണ്ട എന്റെ മോനെ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ.
നല്ലവരൊത്തുവലമ്പാകെ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും ആകാശവും Attention! Fuel parade, stand loading, position. Fuel parade, reload. Present. Police. Fire. Down. നീ എന്താ ആലോചിക്കണേ? ദശ വടക്ക് ആ, അതൊരു കളറ് പരിപാടിയായിരിക്കും എന്നെ. എന്റെ കുടുംബത്തിൽ ആരും ഇതുപോലെ മരിച്ചിട്ടില്ല, ഇനിയൊട്ടും മരിക്കൂല്ല. അതൊന്നും ആലോചിച്ചു പോയതാണേ. ആ. സുധാകരൻ, ജില്ലാ സെക്രട്ടറി. ഹലോ പ്രാഞ്ചേട്ടാ, നിങ്ങൾ നല്ല പാർട്ടിയാ. ആ പ്രശ്നം നമുക്ക് ഡീൽ ചെയ്ത് വിടായിരുന്നല്ലേ? നിങ്ങൾ ആ സുരേഷ് ബാബുവിനെ എന്തിനിടയ്ക്ക് കയറ്റിയത്? പാർട്ടിക്കും പിന്നെ എനിക്കും ഗുണമുണ്ടാവുമെങ്കിൽ പിന്നെന്താ പ്രശ്നം? സംഗതി നമുക്ക് പെടച്ചൂടെ? സുധാര, ഓ, ഇപ്പൊ നമുക്കൊരു കരിക്ക് കുടിക്കണം. 10 ഉറുപ്പ്യ കൊടുത്താ അത് നമ്മടെ ഉമ്മറത്ത് കൊണ്ടുതരാൻ ആളുണ്ടെങ്കിൽ നമ്മളെന്തിനാടാ തളപ്പെട്ടി തെങ്ങുമേക്കാരനെ? മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സുധാര, നീ ഫോൺ വെച്ചേ. അത് എന്റെ പേര് പോയിരിക്കണ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ലിസ്റ്റിലാ. പിള്ളേരെ സൂക്ഷിച്ച്. 10-50 രൂപ വിലയുള്ള മുതല താഴെയിട്ട് പൊട്ടിക്കരുത്, സൂക്ഷിക്കേ. അതെ, അല്ല, ഇന്ന് പ്രഖ്യാപിക്കല്ലോ. എന്താ സംശയം? അതെ, ഈ പത്മശ്രീ കിട്ടിക്കഴിഞ്ഞു പത്രത്തിലും ടിവിയിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ഇന്ന് ടിവിയിൽ വാർത്ത വരുമ്പോ ഒന്നും അറിയാത്തവരെ പോലെ നമ്മളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതല്ലേ അതിന്റെ പത്രാസ്. നീ വന്നേ. ഇതങ്ങോട്ട് മാറ്റിക്കോ. എന്താ പുതിയ ടിവിയാ? പ്രാഞ്ചേട്ടന്റെ ഡൊണേഷനാ. എന്താ പ്രാഞ്ചേട്ട കോള്? ഇലക്ഷനിൽ തോറ്റന്റെ ഒരു സന്തോഷടാ. മാത്രല്ല പ്രാഞ്ചിയുടെ വക ഒരു പാർട്ടി ഉണ്ട്. ഇന്ന് ഡ്രിങ്ക്സിന്റെ ബില്ല് ആരും കൊടുക്കണ്ടേട്ടാ, എന്റെ വക ഫ്രീ. എല്ലാരും വയറിന് നിറച്ചടിച്ചോളൂട്ടോ. എന്തോട്ടിന് കോളന്റെ പ്രാഞ്ചേട്ടാ? അതൊക്കെ ഉണ്ടേ. അതെ, എല്ലാ സെറ്റപ്പും ഓക്കെയാണ്. ടിവിയിൽ ന്യൂസാ വന്നു കഴിഞ്ഞാൽ മേനോൻ സാർ എന്റെ നമ്പറിലേക്ക് ഒന്നുമില്ല. പുതുപ്പെട്ട പച്ചക്ക നേരം വിളിച്ചായിട്ട് ഇതേവരെ തോട്ടട്ടിലിഷ്ട. എന്റെ ന്യൂസ് ഒന്ന് അറിഞ്ഞിട്ട് വേണം ഐശ്വര്യ തുടങ്ങി വെക്കാൻ. ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടിയരാ. ന്യൂസ് തുടങ്ങാറായി. എന്തുട്ട് ന്യൂസ്? നീ വല്ല പാട്ട് വെക്കടാ. ന്യൂസിലല്ലോടൊന്ന് പറയാ. അറിയാടാ, ആക്ടിങ് അല്ല എന്റെ. വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. പപ്സ്, ദാ ഇരിക്കണു കക്ഷി. ആ ഗോൾഡൻ ഗ്ലാസ് വെച്ച വൈറ്റ് ഷർട്ടുകാരൻ. I'll introduce him later. ഈ തിരക്കും ബഹളമൊക്കെ കഴിയട്ടെ. അതുവരെ നമുക്ക് ലേഡീസ് റെക്രിയേഷൻ റൂമിൽ ഇരിക്കാം. തൊട്ട് പണി കാണിച്ചേ മനുഷ്യരുടെ ഫുള്ളും തൊള്ള പൊളിക്കാണ്ടിരുന്നേരാ. ആ ന്യൂസ് ഒന്ന് കേക്കട്ടെ. ഈ ഉതുപ്പേട്ടൻ എന്തുട്ടാ പറ്റിയ? കണ്ണി കണ്ടോടത്ത് കള്ളു പിടിച്ചിരിക്കുന്ന ആള് ഇന്നെന്താ ടിവിയുടെ മുമ്പിൽ? എനിക്ക് ടെൻഷൻ കയറണ്ടേട്ടാ. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ചാ കൊട്ടണേ. എന്റെ പുണ്യാളമാരെ, എന്റെ പാറമേക്കാവ് ഭഗവതി. എന്താടാ ന്യൂസ് എന്തേ?
നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 7 മലയാളികൾക്ക് പുരസ്കാരം. മൂന്നാർ, ദേവികുളം പഞ്ചായത്തുകളിൽ നാളെ ഹർത്താൽ. കയ്യേറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി. രാജ്യം നാളെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരം ലഭിച്ചവരിൽ 7 മലയാളികളും. പ്രമുഖ ഗാന്ധിയൻ സർവോദയം കൃഷ്ണപിള്ള, കഥകളി ആചാര്യൻ ചമ്പക്കുളം രാമപൊതുവാൾ എന്നിവർക്ക് പത്മവിഭൂഷണും മലയാളി ശാസ്ത്രജ്ഞൻ അമീൻ മുഹമ്മദിന് പത്മഭൂഷണം ലഭിച്ചു. ആയുർവേദ ഭിഷഗുരൻ തെക്കേമഠം ശ്രീധരൻ നമ്പൂതിരി, സാമൂഹിക പ്രവർത്തക ഗീത ദാമോദര മേനോൻ, വ്യവസായികളായ മധുപിള്ള, സ്റ്റീഫൻ ജോണി കുഴിപ്പറമ്പിൽ എന്നിവർക്ക് പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ തീവ്രവാദികളോട് പോരാടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭീകരവാദവും അഴിമതിയും ഇല്ലായ്മ ചെയ്ത് രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പ് നിലനിർത്തണമെന്ന് രാജ്യത്തോടായി രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദാർ മേജർ EC ഫ്രാൻസിസ് കൊല്ലപ്പെട്ടു. എടാ യൂസപ്പേ, വല്ലതും പിടികിട്ടിയ? ഭയങ്കര അർത്ഥമായതിനൊക്കെ. എന്തുട്ടാ തട്ടിപ്പ് പരിപാടി പറഞ്ഞേട്ടാ. മര്യാദക്ക് ഒരാളുടെ രൂപം വരയ്ക്കാൻ അറിയാത്തരാ ഈ ജാതി ഐറ്റം വരച്ചിട്ടുണ്ടാക്കണത്. എന്തൊരു വില ഓരോന്നിനും. മക്കൊരെണ്ണം പേടിക്കണ്ട. എന്തുട്ടിതാ നമ്മുടെ ചേറ്റുവിടയിലെ ലാസറേട്ടൻ നന്നായിട്ട് സീനറി വരയ്ക്കും. അത് മേടിച്ച പാവത്തിന്റെ ഒരു ഉപകാരവും. നമ്മളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ മോശമല്ലടാ. ഒരു മോശമില്ല. അങ്ങനെ പ്രാഞ്ചേട്ടന് വിൽക്കാൻ ഇവിടെ പെയിന്റിങ്സും ഇല്ല. വിസിറ്റേഴ്സ് ബുക്കിൽ ഒരു അഭിപ്രായം എഴുതിയിട്ടാ മാത്രം മതി. ഒന്നും എഴുതാനില്ല, സംഭവം കാലക്കുണ്ട്. ഹായ്. ജോസ് ഒന്നില്ലടി. വന്നിട്ടില്ല, പേടിക്കണ്ട കേട്ടോ. ഇതിനൊക്കെ പേരുണ്ടാ. ഇതിന്റെ പേരെന്തുട്ടാ? കറവക്കാരി ചേർത്തിന്നിട്ടാലോ? എന്തുട്ടാ വിളിക്കണേ? ഈ പത്മശ്രീ എന്ന് പറയണതേ പെട്ടെന്ന് അങ്ങനെ ആർക്കും ഇന്ത്യയിൽ കിട്ടിയ ചരിത്രമില്ല. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി. ഇനി അടുത്ത തവണ നമുക്ക് ഒന്നും കൂടി ശ്രമിക്കാം. കിട്ടുന്നത് വരെ ശ്രമിക്കും. നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കേണ്ട ഒരു കാര്യമില്ലാട്ടാ. നിന്റെ ടൈം തെളിഞ്ഞൂടാ. ഞാൻ വന്നത് അത് പറയാനല്ല. നിനക്ക് ഷെവലിയാർ വേണോ? ഷെവലിയാർ പട്ടം 10ന്റെ കാശ് മുടക്കണ്ട, കിട്ടാൻ വകുപ്പുണ്ട്. കിട്ടുവോ? കിട്ടുന്നല്ല, കിട്ടി ഞങ്ങൾ വെച്ചോ. എന്നെ തന്നെ പോലൊരു കൂട്ടുകാരനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണ്ടോ? താനിങ്ങോട് വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. തന്നെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ടേ എനിക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റൂ. ഈ വാസും എന്നാ പറയണേ, ഞാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ആക്കും. പ്രാഞ്ചി, ഞാൻ പകലടിക്കില്ലാട്ടോ. ഞാനടിക്കൂടോ. എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. ഡോ പ്രാഞ്ചി, ഒരു ക്രിസ്ത്യാനി ഒരു മേനെ തല്ലിയതായിട്ട് ഞാൻ എടുക്കണില്ല. ഒരു കൂട്ടുകാരനെ തല്ലിയ അത്രേ ഉള്ളൂ. വെറുതെ അല്ലട പട്ടിയുടെ പോലെ നിനക്ക് പത്മശ്രീ കിട്ടാണ്ട് പോയത്. ഉണ്ടാ നിക്കണില്ലേ നിന്നെ? എന്താ പറ്റിയ? കരയോഗ ഓഫീസിലേക്ക് പോ. നമ്മുടെ അമ്പട്ടം എന്നെ കണ്ട നീ പോയല്ലോ. ഓ, ഹലോ, ഞാനാടോ. പറ. തന്നെ ഒന്ന് കാണണല്ലോ. ഞാൻ സ്ഥലത്തില്ല. ഉള്ള സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാ. എവിടേക്കാ? ദുബായിക്കാ? ഒരാളെ യാത്ര അയക്കാൻ വന്നതാ. എയർപോർട്ടിൽ എന്താ ഓട്ടോറിക്ഷയുടെ ശബ്ദം? അത് ഓട്ടോറിക്ഷയല്ലേ, ഒരു ചെറിയ ഹെലികോപ്റ്റർ പാസ് ചെയ്തതാ. തന്നെ ഒന്ന് കാണാൻ കിട്ടണില്ലല്ലോ. കണ്ടതൊക്കെ മതിടോ. തന്റെ ഒരു സഹായം വേണല്ലോ. സഹായിക്കല് നിർത്തി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എപ്പോഴാ നെടുമ്പാശ്ശേരിന്ന് വരണേ? നെടുമ്പാശ്ശേരിന്ന് ഇനി വരുന്നില്ല. എയർപോർട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ തീരുമാനിച്ചു. നീ ഫോൺ വെച്ചേ. മനുഷ്യനെ ഇടിച്ച് സൂപ്പാക്കിയിട്ട് ഇപ്പൊ സഹായിക്കണ അത്ര ഞാൻ
ഇതാണോ നെടുമ്പാശ്ശേരി? അവിടെ നിൽക്കണോ? അവിടെ നിൽക്ക. ഇതാ നെടുമ്പാശ്ശേരി. ഇതേതാ പുതിയ റോള്? ആരാ പക്ഷേ? പണ്ഡിറ്റ് ദീനദയാൽ. നിങ്ങളാണ് ശ്രീ ഫ്രാൻസിസ് എന്നെനിക്ക് തോന്നുന്നില്ല. എന്റെ വിശ്വാസം തെറ്റല്ലെങ്കിൽ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. ഒരു ഡ്രൈവറുമായി ചേർന്ന് വില കുറഞ്ഞ ഫലിത ഭാഷണത്തിന് എനിക്ക് സമയം ഒട്ടുമില്ല. തരക്കേടില്ലല്ലോ ഈ ഐറ്റം. പ്രാഞ്ചേട്ടാ, എന്താണ്ടാ? ഒരു കണ്ടിട്ട് ദീനദയാൽ വന്നിട്ടുണ്ട്. കണ്ടിട്ട് ദീനുള്ളവനാ? എന്തേലും കൊടുത്തു വിടറാ. ഈശോ, ഇതാരത്? ശ്രീ വാസുമേനോൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ട ചില ഉപദേശങ്ങൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കണ്ടിട്ട് ദീനമുള്ളവൻ എന്നല്ല എന്റെ പേര്, പണ്ഡിറ്റ് ദീനദയാൽ എന്നാണ്. മാഷയുടെ കേറി വായോ, ഞാൻ മാഷ കാത്തിരിക്കായിരുന്നു. വായോ. ട്യൂഷൻ മാഷിന് അത് പറഞ്ഞപ്പോ കിടി. നോക്കൂ ശ്രീ ഫ്രാൻസിസ്, എന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികളെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഭിവാഞ്ചകളെയും സർഗവാസനകളെയും ഉണർത്തിയെടുത്ത് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ സജ്ജമാക്കുക, അതാണ് എന്റെ കർമ്മപരിപാടി. എന്തൊട്ട് തേങ്ങ ആയാലും വേണ്ടില്ല, ചെക്കൻ SLC ചാടിയും അറിയണം. മക്കത്രേ ഉള്ളൂ. എന്നാ പിന്നെ തുടങ്ങല്ലേ പണ്ഡിറ്റ് മാഷേ. എവിടെ വിദ്യാർത്ഥി? ദാ. റൂബിക്സ് ക്യൂബ്. പോളി മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത്? യെസ് ഓർ നോ? സംസാരശേഷിയുള്ളവർക്ക് ചേർന്നതല്ല ഈ തലയിളക്കൽ. അതുപോലെ തന്നെ ചോദ്യങ്ങൾക്കുത്തരമായി ചില ശബ്ദങ്ങൾ. ഓ ഓ ആ. ഉത്തരം സ്പഷ്ടമാവണം. ഒന്നുകിൽ അതെ, അല്ലെങ്കിൽ ഇല്ല. ഇല്ല. കുഴപ്പമില്ല. ദാ ഇതിലേക്ക് നോക്കൂ. ഈ പല നിറങ്ങളിലുള്ള ചെറിയ ചതുരക്കള്ളികൾ, ഇവ ഇങ്ങനെ തിരിച്ച് ഒരു ഭാഗത്ത് ഒരേ നിറത്തിലുള്ള കളങ്ങൾ റീസെറ്റ് ചെയ്യുക എന്നതാണ് ഈ കളി. ഇത് വെറും കളിയല്ല, ബുദ്ധിയും ക്ഷമയും ആവോളം വേണ്ടുന്ന കളിയാണ്. ഇത് രണ്ടും തന്നെയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്. ഞാനിതാ ഒന്ന് ശ്രമിച്ചു നോക്കാം. നോക്കൂ, 6 വശത്തെയും നിറങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതാണ്. പോളിക്ക് ആവശ്യാനുസരണം സമയമെടുക്കാം. രാത്രി മുഴുവൻ. ഞാൻ നാളെ രാവിലെ വരാം. ഒട്ടും എളുപ്പമല്ല, പക്ഷെ ശ്രമം പാതിയിൽ ഉപേക്ഷിക്കരുത്. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടല്ലോ. സാർ, ഇതല്ലേ പോളി? നിനക്കാണോ കുഞ്ഞെ SSLC പരീക്ഷ പാസ്സാക്കാൻ പ്രയാസം? ഇന്നത്തെ പരീക്ഷയിൽ നീ ജയിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്യും. എന്നാലും ഞാൻ നാളെ വരും. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ദാ പോളിയെ.
നമസ്കാരം. നമസ്തേ. മാസ്റ്റർ പോളി, അത് മുഴുവൻ കഴിച്ചിട്ട് പോടാ. ആഹാരം കഴിച്ചിട്ടുള്ള പഠിപ്പൊക്കെ മതി. ഞാൻ ആ സാറിനെ ഒരു ഗുളിക കൊടുത്തു വന്നിട്ട് ബാക്കി കഴിക്കാം. സാറിന് ഗുളിക? സർ, മേ സിറ്റ്? ഇരിക്കൂ. ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. പോളിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമാൻഡ് ഒന്നറിയണം. ലോകത്തിന്റെ ഭാഷയായ ഇംഗ്ലീഷ് അറിയുക എന്ന് വെച്ചാൽ ലോകത്തെ അറിയുക എന്നതാണ്. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കൂ പോളി. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. അവന്റെ ഉള്ളിൽ എന്നും സംശയങ്ങൾ ഉണ്ടാവണം. അത് ചോദ്യങ്ങളായി പുറത്തു വരികയും വേണം. കമോൺ ആസ്ക്. സർ, VS അച്യുതാനന്ദൻ കേരളത്തിൽ എത്രാമത്തെ മുഖ്യമന്ത്രിയാ? 11ാമത്തെ. ദി 11th ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ആ ചോദ്യം സാറിനോടൊന്ന് ഇംഗ്ലീഷ് ചോദിക്കാവോ? പിന്നെന്താ? വാട്ട്? VS അച്യുതാനന്ദൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് എന്നോട് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഇതാണ് എന്റെ ചോദ്യം. അത് ഏത്? മാഷ് പോവാ? ആ പോളിന്ന് ഏതാണ്ട് ഒരു ഗുളിക കൊടുത്തിട്ടാ മാഷ്ക്ക്. ഗുളിയെ? ആ, അവൻ ചോദിച്ചു മാഷിന്റെ അടുത്ത് VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷ് എന്തെന്ന്. മാഷ്ക്ക് അറിയില്ല. VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷ്? VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷും മലയാളം ഒന്നും തന്നെയല്ലടാ പോത്തെ. അതൊന്നും ആയിരിക്കില്ല. മാഷ് വീണ്ടും വന്നല്ലോ. പോളി, പോളി, എത്രാമത്തേത് എന്നതിന് ഹൗ മെനിയത്ത് എന്ന് പറയാം. ഹൗ മെനി ചീഫ് മിനിസ്റ്റർ It's ഓഫ് not കേരള? English. Manufacturing words to suit your convenience is not a good way to use any language. ഞാൻ നാളെ വരാം. Great. See you tomorrow. Bye. മാഷ് വീണ്ടും പോയില്ലോ. ഞാനൊരു ഗാന്ധിയനാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നവനല്ല ഞാൻ. സ്വജീവിതം കൊണ്ടാണ് ഞാൻ ആ മേൽവിലാസം ഉണ്ടാക്കിയെടുത്തത്. ഭൂമാതാവിനെ നഗ്നപാദങ്ങളാൽ മാത്രം സ്പർശിക്കുന്നവൻ. നന്മ മാത്രമാണ് എന്റെ മതവും ദൈവവും. പോളി എന്തുട്ടലും കുറുമ്പ് കാട്ടിയെന്ന് വെച്ച് പണ്ഡിറ്റ് മാഷ് പിണങ്ങി പോണ്ടേട്ടാ. അവൻ നമുക്ക് ശരിയാക്കാന്നേ. പിണങ്ങിപ്പോവുകയോ? ഞാനോ? എന്തിന്? പോളിയെ പോലൊരു ബുദ്ധിമാനായ വിദ്യാർത്ഥിയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നു. എന്തുകൊണ്ട് പോളി പാഠപുസ്തകങ്ങൾ നേരാവണ്ണം പഠിക്കുന്നില്ല? പരീക്ഷകൾക്ക് ശരിയായി ഉത്തരവെഴുതുന്നില്ല? ഞാൻ ചിന്തിച്ചു. എനിക്ക് ഉത്തരവും കിട്ടി. അസാമാന്യമാണ് പോളിയുടെ ബുദ്ധിശക്തി. പക്ഷെ ശരീരം തലച്ചോറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല. പാടാൻ കഴിവുണ്ട്, പാടാൻ കഴിയുന്നില്ല. ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലുണ്ട്, പക്ഷെ എഴുതാൻ കഴിയുന്നില്ല. അവനൊരു മോട്ടോർ കാർ ഡിസൈൻ ചെയ്യും, നിർമ്മിക്കും, പക്ഷെ ഡ്രൈവ് ചെയ്യാനാവില്ല, അറിയില്ല. അതാണ് അവന്റെ പ്രശ്നം. ഒരു ചെറിയ ബ്ലോക്ക്. ഇന്ന് ഞാനത് ശരിയാക്കാൻ പോവുകയാണ്. പോളി, വാക്കുകൾ കൊണ്ട് നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഞാനൊരു ശസ്ത്രക്രിയ നടത്താൻ പോകുന്നു. ഒരു തുള്ളി ചോര പൊടിയാതെ. ഒരു മേജർ സർജറി. കമോൺ. ഓ, സംഭവം ഏപ്പെട്ട പോണേട്ടാ. SLC എഴുതാൻ പോണ ചെക്കനെ IAS കിട്ടും. ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കരനാ. ചെക്കനെ പ്രാന്താകോ ഇയാളുടെ കൂടിയിട്ട്? നീ ഒന്ന് പോരാ. രക്തം വീഴാത്ത സർജറി ഒളിഞ്ഞു നോക്കി കണ്ടാലോ? നമുക്ക് ആ കിഴക്ക് വെച്ച വാതിൽ കൂടെ നോക്കാം. എന്നാ വായോ. തലച്ചോറിന്റെ നിർദ്ദേശവും ശരീരത്തിന് അനുസരണവും അതാണല്ലോ സാറേ ആക്ഷൻ. അതെ, അത് നടപ്പാവാം, ഇരിപ്പാവാം, കിടപ്പാവാം, എഴുത്താവാം, പഠനമാവാം, പാട്ടാവാം, കളിയാകാം. സ്പേസ് ഷട്ടിലിൽ യാത്ര ചെയ്യണത് വരെ ആവാം. പക്ഷെ അതിന് പരിമിതികളില്ലേ? തലച്ചോറിന്റെ നിർദ്ദേശം ശരീരം അനുസരിക്കാത്ത അവസ്ഥ? തീർച്ചയായും. രോഗബാധിതമായ ശരീരം നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊള്ളണമെന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോഴും ശരീരം ചിലപ്പോഴൊക്കെ ക്യാൻസറിനെക്കേട് കാട്ടും സാറേ. ഉദാഹരണം? സാറിന്റെ വലത്തേക്കാല് വലത്തോട്ട് ഇങ്ങനെ കറക്കാൻ കഴിയും. തീർച്ചയായും. ഐ പ്രാക്ടീസ് യോഗ. ഐ ആം എ യോഗി. ഐ ഹാവ് എ വെരി ഫ്ലെക്സിബിൾ ബോഡി. See? ഗുഡ്. അതിന്റെ കൂടെ വലത്തേക്കണ്ടേ സാറിന് വായിൽ ഇങ്ങനെ എഴുതാൻ കഴിയും. 6. You mean 6? ആ. Easy. ഹേയ്, രണ്ടും കൂടെ ഒരുമിച്ചാണോ? ഒരുമിച്ച്. ഓക്കെ. ഇവിടെ പോയി, കാല് പോയി.
ആ അതോ അവിടെ തെറ്റി. ആ അപ്പൊ കാല് തെറ്റി. ഇങ്ങനെയല്ല, കാല് വലത്തോട്ട് കറക്കി കൈ കൊണ്ടാറ് എഴുതുക. കാല് വലത്തോട്ട് കറക്കി കൈ കൊണ്ടാറ് എഴുതുക. ആ അവിടെ തെറ്റി. ആ ഇതാ മോളിൽ പോയി. ആ ഇവിടെ തെറ്റി. ആ കൈ പോയി. കാല് വീണ്ടും തെറ്റി. കൈ കറക്ക്. തോറ്റോ? ഇല്ല. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ കൈകൾ സാറിനോടെ ബ്രേക്ക് ഡാൻസ് കളിക്കല്ല പറഞ്ഞേ. വലത് കാല് വലത്തോട്ട് കറക്ക വായുലാറ് എഴുതുക. വലത് കാല് വലത്തോട്ട് കറക്ക വായുലാറ് എഴുതുക. ആ സർ, ഞാൻ നാളെ വരാം. ഞാൻ കാത്തിരിക്കാം. നാളെ രാവിലെ വരെ ഒരു രാത്രി മുഴുവൻ സാറ് പരിശ്രമിച്ചോളൂ. ക്ഷമയും ബുദ്ധിശക്തിയുമാണല്ലോ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം. നിന്റെ ശരിയാവണ്ടട്ടാ. അപ്പൊ ഇതോ ഇവനാള് കുഴപ്പട്ടാ. ഇവനൊന്നും എന്റെ ഭാഷയായിട്ട് ജനിക്കാൻ എന്റെ ഭാഗ്യം. കാലോണ്ട് ഇങ്ങനെ കൈകൊണ്ട് അങ്ങനെ നടക്കണ കാര്യ. ഒരു വൻ വൃക്ഷത്തിന്റെ ശാഖകളിലും ചില്ലകളിലും ഓടിയോടി കളിക്കുന്ന മർക്കടനെ പോലെയാണ് മനുഷ്യ മനസ്സ്. ഏകാഗ്രതയും സ്ഥിരതയും മനസ്സ് കൈവരിച്ചാൽ മാത്രമേ മനുഷ്യന് ജീവിത വിജയം സാധ്യമാകൂ. പോളി, ഞാനിന്ന് യോഗവിദ്യയുടെ പ്രാഥമിക പാഠങ്ങളാണ് നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിന്റെ ബുദ്ധിശക്തി നേരായ മാർഗത്തിൽ ഉപയോഗിക്കാൻ അത് നിന്നെ സഹായിക്കും. യോഗ ഒരു ജീവിത രീതിയാണ്. അത് ശീലമാക്കിയാൽ ശരീരം അതിന്റെ ഭാരം വെടിഞ്ഞ് അപ്പൂപ്പൻ താടിക്ക് സമമായി മാറും. നോക്കിക്കൊള്ളൂ. ഭുജംഗാസനം നോക്കൂ. അർത്ഥ മത്സ്യേന്ദ്രാസനം, പൂർണ്ണ മത്സ്യേന്ദ്രാസനം നാളെ കാണിച്ചേരാം. യോഗമുദ്രാസനം. എനിക്കറിയാവുന്ന വേറൊരു ആസനുണ്ട്, പക്ഷെ സാറിനത് കഴിയില്ലട്ടാ. കാണിക്കൂ. എന്നിട്ടല്ലേ എനിക്ക് അറിയാമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. വേണ്ടട്ട സാറേ, സാറി പ്രായത്തിൽ ഒന്നും ശ്രമിക്കണ്ട. പ്രായമോ? യോഗിക്ക് പ്രായമില്ല കുട്ടി. ഞാൻ കാണിക്കാം, പക്ഷെ സാർ ട്രൈ ചെയ്യരുത്. ശീർഷാസനം. ശീർഷാസനത്തിൽ എന്റെ പേരിൽ ഒരു സംസ്ഥാന റെക്കോർഡ്. അതുണ്ടായിക്കോട്ടെ, പക്ഷെ സാർ ശ്രമിക്കണ്ട. ഒരു യോഗിയുടെ നിഘണ്ടുവിൽ അസാധ്യമെന്നൊരു വാക്കില്ല. മാഷ് പോളിനെ സർക്കസ് പഠിപ്പിക്കണു. കോൺസെൻട്രേഷൻ. ഇത് പോളി കൊടുത്തൊരു പണിയായിരിക്കും. എടാ നീ പറഞ്ഞ ശരിയാട്ടാ. ഇതവൻ പണി കൊടുത്ത തന്നെയാ. ഒന്ന് പോയി പൊക്കടതിനെ. ചത്താ കുരിശല്ലടാ. പൊക്കിക്കോ. നാളെ വരുമോ? ഞാൻ രാജി സമർപ്പിച്ചിരിക്കുന്നു.